ഇനി നമ്മളെ രാജ്യം വലിയ തോതിൽ സാമ്പത്തിക വളർച്ച നേടുന്നു എന്നാണ് സർക്കാർ പറയുന്നത്. യഥാർത്ഥത്തില് സാങ്കേതിക വിദ്യ വലിയ തോതിൽ വളരുകയാണ്, ഉൽപാദനശേഷി വർദ്ധിക്കുകയാണ്. അത് അധ്വാനത്തിന്റെ, വിഭവങ്ങളുടെ, ഊർജത്തിന്റെ ഒക്കെ ശേഷി വർദ്ധിക്കുകയാണ്. അതനുസരിച്ച് ഉൽപാദനം കൂടും. അതുകൂടാതെ ജനസംഖ്യാ വർധന നിരക്കും കുറയുകയാണ്. എന്നാൽ ആ തോതിലുള്ള വർധനവ് വാസ്തവത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്ന് മാത്രമല്ല, ആളോഹരി വരുമാനത്തിൽ അത് തീരെ പ്രതിഫലിക്കുന്നുമില്ല. ആളോഹരി വരുമാനത്തിൽ ഇന്ത്യയിലെ ലോകത്തിലെ 195 രാജ്യങ്ങളുടെ കണക്കെടുക്കുമ്പോഴത്തേക്ക് 143-ാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഏഷ്യയിലെ രാജ്യങ്ങളുടെ ഇതിൽ 31-ാമത്തെ സ്ഥാനമാണ് ഉള്ളത്. ഇനി ആ നമ്മുടെ ശരാശരി വരുമാനം, അത് ശരാശരി വരുമാനം ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിന് മുൻകാലങ്ങളിൽ നിന്ന് ഉള്ള വർധനവ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജനങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ട നിലയിലേക്ക് നീങ്ങുന്നു, ദാരിദ്ര്യമില്ലാതാവുന്നു തുടങ്ങിയ അവകാശവാദങ്ങൾ പറയുന്നു. പക്ഷേ നമ്മുടെ ശരാശരി വരുമാനം എന്ന് പറയുന്നത് 2,04,200 രൂപയാണ്. എന്നാൽ കൗതുകകരമായിട്ടുള്ളത്, രാജ്യത്തെ 90% ജനങ്ങളും ആ വരുമാനത്തിൽ താഴെയാണ്. എന്ന് വെച്ചാൽ ആ വരുമാനം ഉണ്ടെന്നല്ല, അതിൽ വളരെ വളരെ താഴെയാണ്. 50% വരുമാനം 53,610 രൂപയാണ്. മുകൾ തട്ടില് ഒരു ചെറു ന്യൂനപക്ഷത്തിന്റെ വരുമാന വർധനമാണ് നമ്മുടെ രാജ്യത്തെ സാമ്പത്തിക വളർച്ചയായിട്ട് ഉയർത്തിക്കാണിക്കുന്നത്. ഇനി ആ മറ്റൊരു പ്രശ്നം നമ്മളെ രാജ്യം നേരിടുന്നത് വർദ്ധിച്ചു വരുന്ന അസമത്വമാണ്. നമ്മുടെ ഭരണഘടനയില് അസമത്വം കുറയ്ക്കുക എന്ന് പറയുന്നത് ലക്ഷ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു 80-85 വരെ അത്തരത്തിൽ ഒരു പ്രവണത ചെറിയ തോതിലെങ്കിലും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ സ്ഥിതി ആകെ മാറിയിരിക്കുന്നു. 1980-ല് 12% താഴത്തെ പകുതി ജനങ്ങളുടെ, അതായത് സാധാരണക്കാരായ 50% വരുന്ന ജനങ്ങളുടെ, ഇത് രാജ്യത്തെ സമ്പത്തിന്റെ 12% ഉണ്ടായിരുന്നത്. എന്നാൽ 2020 ആയപ്പോഴത്തേക്ക് അത് 6% കുറഞ്ഞു. പകുതി, അവരുടെ വിഹിതം പകുതിയായി കുറഞ്ഞു. അതേസമയത്ത് മുകൾ തട്ടിലുള്ള വരുമാനമോ, അത് 1980-ല് മുകൾ തട്ടിലെ 1% വരുമാനം, ഏത് 1% അതിസമ്പന്നരുടെ വരുമാനം 1980-ല് 11%. ഇന്നത് 33%. 3 ഇരട്ടി അവരുടെ വരുമാനം വർദ്ധിച്ചിരിക്കുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ അസമത്വം നിലനിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന സാഹചര്യം വന്നിരിക്കുന്നു. എന്നാൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇത്തരം കാര്യങ്ങളൊന്നും വലിയ തോതിൽ ചർച്ചയാകുന്നില്ല. കേന്ദ്ര ഗവൺമെന്റ് വലിയ തോതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, അത് ദാരിദ്ര്യം കുറയുന്നു എന്നുള്ളതാണ്. 24 കോടി പേരെ ദാരിദ്ര്യമുക്തരാക്കി എന്നാണ് സർക്കാരിന്റെ പരസ്യങ്ങളിൽ പറയുന്നത്. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ആ മാജിക് ഉണ്ടാക്കിയത്? അത് ബഹുമുഖ ദാരിദ്ര്യത്തിന് സൂചിക വെച്ചിട്ടാണ്. മുമ്പത്തെ നമ്മൾ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നിർണയിച്ചിരുന്ന ദാരിദ്ര്യമല്ല. ബഹുമുഖ ദാരിദ്ര്യത്തിൽ നമ്മൾ ആരോഗ്യം, വിദ്യാഭ്യാസ, സമ്പത്ത് തുടങ്ങിയ മേഖലകൾ പരിഗണിക്കും. ആരോഗ്യത്തിൽ തന്നെ ന്യൂട്രീഷൻ, പോഷണം, അതുപോലെ ശിശു മരണനിരക്ക്, മാതൃ ആരോഗ്യം, വിദ്യാഭ്യാസത്തിലാണെങ്കിൽ എത്ര വർഷം സ്കൂളിൽ പോയി, അവരുടെ അറ്റൻഡൻസ്, പിന്നെ സമ്പത്തിന്റെ കാര്യത്തിൽ സാനിറ്റേഷൻ, ഫ്യൂവല്, അതുപോലെ കുടിവെള്ളം. 1/2 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കുടിവെള്ളം കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ, അവർക്ക് കുടിവെള്ളം ലഭിക്കും എന്നാണ്. സ്വന്തമായിട്ട് വേണമെന്നില്ല. വൈദ്യുതി, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതെല്ലാം വെച്ചിട്ട് ആണ് ദാരിദ്ര്യം നിർണ്ണയിക്കുന്നത്. അങ്ങനെ ദാരിദ്ര്യം നിർണ്ണയിക്കുമ്പോഴത്തേക്ക് ഏറ്റവും എളുപ്പത്തിൽ കേന്ദ്ര ഗവൺമെന്റ് കണ്ട മാർഗം
സൗജന്യമായിട്ട് ബാങ്ക് അക്കൗണ്ട് എല്ലാവരെ കൊണ്ടും നിർബന്ധമായിട്ട് ബാങ്ക് അക്കൗണ്ട് തുടങ്ങി. ഞാനന്ന് ബാങ്കിലുണ്ടായിരുന്നു. അന്ന് എന്താണ് അത്, എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയത് എന്ന് സംശയിച്ചിരുന്നു. യഥാർത്ഥത്തിൽ ആ ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയ വഴി തന്നെ ഒത്തിരി പേര് ദാരിദ്ര്യത്തിൽ നിന്ന് ഔട്ടായി. ആസ്തികളുടെ കൂട്ടത്തിൽ ഒരു മൊബൈൽ വന്നാൽ അപ്പോഴും ഔട്ടാവും. അതുപോലെ സാനിറ്റേഷൻ പ്രഖ്യാപനം മതി. കാരണം സാനിറ്റേഷൻ, ഇന്ത്യയിലെ സാനിറ്റേഷൻ ഇല്ലാത്തവര് 6.63%, കുടിവെള്ളമില്ലാത്തവര് 1.6% എന്നാണ് പറയുന്നത്. യഥാർത്ഥ കണക്കാണോ എന്ന് തീർച്ചയായും സംശയിക്കാം. എന്ന് മാത്രമല്ല, വേൾഡ് ഇനീക്വാലിറ്റി റിപ്പോർട്ടിൽ പറയുന്നത്, ഇന്ത്യയിലെ കണക്കുകൾ അതിനകത്ത് കൃത്യമായി എഴുതി വെച്ചിരിക്കുന്നത്, ഇന്ത്യയിൽ നിന്ന് വരുന്ന കണക്കുകൾ വിശ്വസനീയമല്ല. കഴിഞ്ഞ 3-4 വർഷമായിട്ട് 2020 എഴുതിയതാണ്. വിശ്വസനീയമല്ല എന്ന് അതിനകത്ത് പറഞ്ഞിരിക്കുകയാണ്. ഏതായാലും ഇത്തരം കണക്കുകളുടെ കമ്പടിയോട് കൂടിയിട്ട് ദാരിദ്ര്യം കുറയുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ ഇതോടൊപ്പം നമ്മൾ മറ്റൊന്ന് കാണണം. നേരത്തെ പറഞ്ഞ സാമ്പത്തിക വളർച്ചയാകട്ടെ, ആളോഹരി വരുമാനമാകട്ടെ, അതിനപ്പുറത്തേക്ക് ജനങ്ങളുടെ ജീവിതത്തെ യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്ന മറ്റു ചില സൂചികകളുണ്ട്. മാനവ വികസന സൂചിക, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, അതിൽ ഒരുപടി മുന്നേറിയില്ലെന്ന് മാത്രമല്ല, പിന്നോട്ട് പോയി. 191-ൽ 132 വിശപ്പ് നിർമ്മാർജ്ജനത്തിന്റെ കാര്യത്തിൽ ഇന്നും 16.6% ജനങ്ങള് ഇന്ത്യയിൽ വിശപ്പ് അനുഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. ഹങ്കർ ഇൻഡെക്സ് 125 രാജ്യങ്ങളിൽ 111-ാമതാണ്. ദരിദ്ര രാജ്യങ്ങൾ മാത്രമാണ് അതിനകത്ത് പരിഗണിച്ചത്. സാക്ഷരത 165 രാജ്യങ്ങൾ എടുത്തപ്പോഴത്തേക്ക് 125-ാമത്തെ സ്ഥാനമാണ് ഇന്ത്യ. അസമത്വ ലഘൂകരണ സൂചികയിൽ 161 രാജ്യങ്ങൾ എടുത്തപ്പോൾ 123-ആണ്. ജെൻഡർ ഈക്വാലിറ്റി 146 രാജ്യങ്ങൾ എടുത്തപ്പോഴത്തേക്ക് 127-ആണ്. ഏറ്റവും കൗതുകരമായിട്ടുള്ളത്, നമ്മുടെ ഭാരതീയ സംസ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിസ്ഥിതി സംരക്ഷണത്തിൽ പ്രകൃതിയെ സ്നേഹിക്കുന്ന സംസ്കാരം എന്നൊക്കെയാണ് ഘോഷിക്കപ്പെടാറുള്ളത്. ഏതായാലും ആ ഭാരതീയ സംസ്കാരത്തിൽ ആവേശം കൊള്ളുമ്പോഴത്തേക്ക് മറുഭാഗത്ത് ലോകത്തെ എൻവയോൺമെന്റൽ ഇൻഡെക്സ്, പരിസ്ഥിതി സംരക്ഷണ സൂചിക 180 രാജ്യങ്ങളിൽ എടുത്തപ്പോഴത്തേക്ക് 180-ാമത്തെ പൊസിഷനാണ് ഇന്ത്യ ഉള്ളത്. നേരത്തെ പറഞ്ഞേ, ദരിദ്രരുടെ കാര്യത്തിൽ 14.1 കോടി പേരാണ്, 15% 14.1 കോടി പേരാണ് ഇന്ത്യയിലെ അതിദരിദ്രരായിട്ട് ഉള്ളത്. ഇനി ഇതൊക്കെ, ഈ കണക്കുകളൊക്കെ കൃത്യമായി കണക്കൂട്ടാൻ പോലും, ഗവൺമെന്റ് കണക്കുകളെ ആശ്രയിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണുള്ളത്. പല സ്വതന്ത്ര ഏജൻസികൾ നടത്തുന്ന സർവേകളിലൂടെയൊക്കെയാണ് ചില കണക്കുകളെങ്കിലും കിട്ടുന്നത്. 2016 ശേഷമുള്ള പല ഡേറ്റകളും നമ്മൾ തേടുമ്പോഴത്തേക്ക്, ഞാൻ പലതും നോക്കിയിട്ടുണ്ട്, 2016 ശേഷം ഒരു കണക്കുമില്ല. വേണ്ട, ഇതിൽ സെൻസസ് നടന്നിട്ടില്ല. 2021 സെൻസസ്, ആ കോവിഡ് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇത്രയായല്ലോ, സെൻസസ് നടക്കുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല. എന്തിനാണ് ശരിക്കും സ്ഥിതിവിവര കണക്കുകൾ? സ്ഥിതിവിവര കണക്കുകളുടെ ആവശ്യം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ ആസൂത്രണത്തിന്, വിഭവങ്ങളുടെ കണക്കിൽ, അതുപോലെ രാജ്യത്തിന്റെ ആവശ്യങ്ങൾ പരിഗണിച്ച് ആസൂത്രണം നടത്താൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ആസൂത്രണം നമ്മൾ കൈയൊഴിഞ്ഞു. അതുകൊണ്ട് സ്ഥിതിവിവര കണക്കുമില്ല. അതുകൊണ്ട് രാജ്യത്തിന്റെ വികസനം എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റുകൾ വികസിക്കുമ്പോഴത്തേക്ക് രാജ്യം വികസിക്കുന്നു എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ്. ബജറ്റ് പ്രഖ്യാപനങ്ങളും എല്ലാം തന്നെ അത്തരത്തിൽ, ഇത്തവണത്തെ ബജറ്റ് അവതരണത്തിൽ ഇടക്കാല ബജറ്റ് കൊണ്ട് ആയതുകൊണ്ട് മാത്രമല്ല, കേവലമായ പ്രഖ്യാപനങ്ങൾ മാത്രമാണ് എക്കണോമിക് സർവേക്ക് പകരം നടത്തിയിട്ടുള്ളത്. ഇനി ജനങ്ങളുടെ പൊതുസ്ഥിതി എന്താണ്? നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷത്തെ ജനങ്ങളുടെ ജീവിതാനുഭവങ്ങള് നമ്മളെ വലിയ തോതിൽ ഷോക്കടിപ്പിക്കുന്ന കുറെ കാര്യങ്ങളുണ്ടായി. ഒന്ന്, നോട്ട് നിരോധന കാലം, കോവിഡ് കാലത്ത് ലോക്ക്ഡൌൺ. അപ്പോഴൊന്നും ഗവൺമെന്റ് കാഴ്ചക്കാരായിട്ട് നോക്കിയിരിക്കുകയാണ്. അവര് തന്നെ വരുത്തി വെച്ച കാര്യങ്ങളാണ്. ഇന്ത്യയിൽ 90% ജനങ്ങൾ അസംഘടിത മേഖലയിലുള്ളവരാണ്. ആ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ജോലി സ്ഥിരതയ്ക്ക് വേണ്ടിയിട്ട്, മെച്ചപ്പെട്ട വേതനത്തിന് വേണ്ടിയിട്ട്, തുല്യജോലിക്ക് തുല്യവേതനത്തിന് വേണ്ടിയിട്ടൊക്കെ സമരരംഗത്താണ്. അവരെ അഡ്രസ് ചെയ്യുന്നില്ല.
കർഷകര് ആ രംഗത്തെ സ്വകാര്യവൽക്കരിക്കുക അല്ലെങ്കിൽ കോർപ്പറേറ്റുകൾക്ക് അടിയറ വയ്ക്കുന്ന നയത്തിനായിട്ട് മാത്രമല്ല, കടബാധ്യതകൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, താങ്ങുവില പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ സമരരംഗത്താണ്. അതും ഗവൺമെന്റ് അഡ്രസ് ചെയ്യുന്നില്ല. എന്നാൽ നമ്മുടെ ദേശാൽകൃത ബാങ്കുകളിൽ നിന്ന് കഴിഞ്ഞ 10 വർഷം വായ്പ എഴുതി തള്ളിയത് 14.56 ലക്ഷം കോടി രൂപയാണ്. ആ വായ്പയിൽ മഹാസിംഹഭാഗവും കോർപ്പറേറ്റുകളുടെ വായ്പയാണ്. കോർപ്പറേറ്റുകൾക്ക് മറ്റു വിധത്തിലുള്ള ഇളവ് കൊടുക്കുന്നുണ്ട്, നികുതിയുടെ കാര്യത്തിൽ വലിയ തോതിലുള്ള ഇളവ് കൊടുക്കുന്നു. കോർപ്പറേറ്റുകളുടെ ഷെയറുകളിലേക്ക് സർക്കാരിന്റെ പണം കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കുന്നു, അങ്ങനെ ഷെയറിന്റെ വില കൂട്ടുന്നു. പൊതുമേഖല ചുളുവിലയ്ക്ക് വിറ്റിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സേവനത്തിന്റെ പുറമെയാണ് ഈ കാര്യങ്ങൾ. ഇന്നലത്തെ വാർത്ത 6000 കോടി രൂപയിലേറെ ഇലക്ട്രൽ ബോണ്ടായിട്ട് ഭരണകക്ഷിക്ക് കിട്ടി എന്നാണ് പറയുന്നത്. വളരെ വ്യക്തമാണ്, വലിയ വിധത്തിലുള്ള കോഴയാണ്. ആ കോഴയ്ക്ക് ഒരു നിയമസാധുത വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇലക്ട്രൽ ബോണ്ട് സംവിധാനം തന്നെ വന്നത്. അവർക്ക് വേണ്ടിയാണ്, കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടാണ് ഭരണം നടത്തുന്നത്. കോവിഡ് കാലത്ത് വാക്സിൻ വിതരണം ചെയ്ത കമ്പനിയിൽ നിന്ന് തന്നെ വലിയ തുകയാണ് കൈപ്പറ്റിയത് ആ ഒരു ഘട്ടത്തിൽ പോലും. എന്നാൽ ഇത്തരം പ്രശ്നങ്ങൾ സമൂഹത്തിൽ ചർച്ചയാവുന്നില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ്? അത് വളരെ തന്ത്രപരമായിട്ട് മറ്റു ചില അജണ്ടകൾ നമ്മുടെ മുമ്പിലേക്ക് ഇട്ടുതരികയാണ്. യഥാർത്ഥത്തിൽ ഇപ്പറയുന്ന ഹിന്ദുത്വ രാഷ്ട്രീയം അത് ഇന്ത്യയിൽ ശക്തി പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ തന്ത്രം ബാബറി മസ്ജിദിലെ തർക്കം മുതൽ തുടങ്ങിയതാണ്. കഴിഞ്ഞ 10 വർഷം ആകുമ്പോഴത്തേക്ക് ഭരണരംഗത്ത് നിന്നുകൊണ്ട് തന്നെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങള് ഭക്ഷണത്തിന്റെ, വസ്ത്രത്തിന്റെ, ആചാരത്തിന്റെ പേരിൽ മതന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള കടന്നാക്രമണങ്ങൾ, കാശ്മീർ ഇഷ്യൂ നമുക്കറിയാം, പൗരത്വ നിയമം, ഏക സിവിൽ കോഡ് പ്രത്യക്ഷത്തിൽ പുരോഗമനപരമാണ്, പക്ഷെ എന്താണ് അതിന്റെ ലക്ഷ്യം എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമാണ്. അത് ന്യൂനപക്ഷങ്ങളെ പ്രകോപിപ്പിക്കലാണ്. രാമക്ഷേത്രം, പുതിയ സ്ഥലങ്ങളിൽ ആരാധനാലയങ്ങൾ തർക്കങ്ങൾ ഉന്നയിക്കുക, ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇത്തരം സംഭവങ്ങൾ ഉന്നയിക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അതിനോട് മതേതരവാദികളും അതുപോലെ മതന്യൂനപക്ഷങ്ങളും അതിശക്തമായിട്ട് പ്രതികരിക്കും. ആ പ്രതികരണം തന്നെ അവർക്ക് അനുഗ്രഹമായി മാറുകയാണ്. കാരണം അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ വിധത്തിലുള്ള പോളറൈസേഷനാണ്. സെക്യുലറിസം അല്ല, ജനങ്ങളുടെ പ്രശ്നങ്ങളല്ല, മതപരമായ പ്രശ്നങ്ങളാണ് രാജ്യത്ത് മുഖ്യമായി ചർച്ച ചെയ്യുന്ന സ്ഥിതി വരുമ്പോഴത്തേക്ക് നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ തന്നെ മറച്ചു വെക്കുന്നതിന് വേണ്ടി കഴിയുന്നു. എന്ന് മാത്രമല്ല, നിങ്ങൾ മാനവികതയ്ക്കെതിരാണ് ഭരണകൂടം എന്ന് പറയുന്നതിലൊന്നും മാനവികതയിൽ വില കൽപ്പിക്കുന്നവർക്കാണല്ലോ പ്രശ്നമുള്ളത്. അത്തരത്തിൽ ഇങ്ങനെ ധ്രുവീകരണത്തിന് വേണ്ടിയുള്ള കൃത്യമായ അജണ്ടകൾ ഓരോ ഘട്ടമായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പ്രശ്നങ്ങളൊന്നും ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ള സാഹചര്യം രാജ്യത്ത് നിലനിൽക്കുന്നു.